കോറൽ ദ്വീപിന്റെ നീലക്കടലും മനോഹരമായ കാഴ്ചകളും പിന്നിലാക്കി ഞങ്ങളുടെ യാത്ര വീണ്ടും പട്ടായയിലേക്ക് തിരിയുകയാണ്. കടലിന്റെ തിരമാലകളുടെ ശബ്ദത്തിൽ നിന്ന് ഇനി നമ്മൾ എത്തിച്ചേരുന്നത് പച്ചപ്പിന്റെ മറ്റൊരു ലോകത്തേക്കാണ്. പട്ടായയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ നോങ് നൂച്ച് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഞങ്ങളുടെ യാത്ര. പട്ടായ നഗരത്തിൽ നിന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ തന്നെ വിശാലമായ പച്ചപ്പിനിടയിൽ ഈ അതിമനോഹരമായ പൂന്തോട്ടം കാണാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പൂന്തോട്ടം പോലെ തോന്നുമെങ്കിലും അകത്തേക്ക് കടക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന ഒരു വലിയ ലോകമാണ്. ആയിരക്കണക്കിന് വ്യത്യസ്ത സസ്യങ്ങളും അപൂർവമായ മരങ്ങളും പൂക്കളും അലങ്കാര ചെടികളും മനോഹരമായി ഒരുക്കിയ വിവിധ പൂന്തോട്ടങ്ങളും ശില്പങ്ങളും ജലധാരകളും നടപ്പാതകളും ഒക്കെയായി പ്രകൃതിയെയും മനുഷ്യന്റെ കലാസൃഷ്ടിയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരിടമാണിത്. ഈ സ്ഥലത്തിന്റെ ചരിത്രത്തിനും ഏറെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിനായാണ് ഈ പ്രദേശം ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇവിടെ ഒരു വലിയ സസ്യോദ്യാനം രൂപപ്പെടുത്താനുള്ള ആശയം മുന്നോട്ട് വന്നു. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ ഈ പ്രദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വിശാലമായ പൂന്തോട്ടമായി മാറി. പിന്നീട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതോടെ പട്ടായയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി നോങ് നൂച്ച് മാറുകയായിരുന്നു. ഇവിടെ എത്തിയാൽ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് പൂന്തോട്ടങ്ങളുടെ വൈവിധ്യമാണ്. ഓരോ ഭാഗവും ഓരോ പ്രത്യേക ലോകം പോലെയാണ്. കൃത്യമായ രൂപത്തിൽ വെട്ടിയൊരുക്കിയ മരങ്ങളും ചെടികളും ചേർന്ന മനോഹരമായ രൂപകൽപ്പനകൾ, നിറമുള്ള പൂക്കൾ, അപൂർവമായ കള്ളിച്ചെടികൾ, വിവിധതരം ചൂഷക സസ്യങ്ങൾ, പനമരങ്ങൾ, ഉഷ്ണമേഖലാ സസ്യങ്ങൾ തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയുടെ ഭംഗിക്കൊപ്പം തന്നെ മനുഷ്യന്റെ കലാപരമായ കഴിവും ഇവിടെ കാണാം. ചെടികളെ ഉപയോഗിച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിവിധ രൂപങ്ങൾ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകം നൽകും. ഒരു ഭാഗത്ത് മനോഹരമായ പച്ചപ്പും മറ്റൊരു ഭാഗത്ത് കൂറ്റൻ മരങ്ങളും അതിനിടയിൽ ചെറിയ ജലധാരകളും ശില്പങ്ങളും. ഓരോ ചുവടിലും ക്യാമറയിൽ പകർത്താൻ തോന്നുന്ന പുതിയൊരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണങ്ങളിൽ ഒന്നാണ് ആനകളുടെ പ്രദർശനം. തായ്ലൻഡിന്റെ സംസ്കാരത്തിലും ചരിത്രത്തിലും ആനകൾക്ക് വലിയ സ്ഥാനമുണ്ട്. പരിശീലനം ലഭിച്ച ആനകൾ അവതരിപ്പിക്കുന്ന വിവിധ പ്രകടനങ്ങൾ കാണാൻ ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. സംഗീതത്തിനൊത്ത് ചുവടുവയ്ക്കുന്ന ആനകളെയും വിവിധ പരിശീലന പ്രകടനങ്ങളെയും അടുത്തുനിന്ന് കാണുമ്പോൾ അതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇതിന് പിന്നാലെ നമ്മളെ കാത്തിരിക്കുന്നത് തായ്ലൻഡിന്റെ പരമ്പരാഗത കലാരൂപങ്ങളുടെ മനോഹരമായ അവതരണമാണ്. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തങ്ങളും സംഗീതവും തായ് സംസ്കാരത്തിന്റെ ഒരു ചെറിയ പരിചയം നമുക്ക് നൽകുന്നു. അവരുടെ വേഷവിധാനങ്ങളും ചലനങ്ങളും സംഗീതവും വേദിയിലെ അലങ്കാരങ്ങളും ചേർന്ന് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. നോങ് നൂച്ചിലെ മറ്റൊരു അതിശയകരമായ ഭാഗമാണ് ദിനോസർ താഴ്വര. പച്ചപ്പിനിടയിൽ ഭീമാകാരമായ ദിനോസർ രൂപങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ പ്രദേശം കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും അത്ഭുതപ്പെടുത്തും. ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭീമൻ ജീവികൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് പല രൂപങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും വലിയ പ്രദേശം മുഴുവൻ നടന്നുകണ്ട് ആസ്വദിക്കുക എളുപ്പമല്ല. അതിനായി ഒരുക്കിയിരിക്കുന്ന ചെറിയ ട്രാം പോലെയുള്ള വാഹനത്തിലെ യാത്രയാണ് മറ്റൊരു പ്രത്യേക അനുഭവം. ഇരുന്നു കൊണ്ട് തന്നെ വിശാലമായ പൂന്തോട്ടത്തിന്റെ പല ഭാഗങ്ങളും കാണാം. വഴിയരികിലെ മരങ്ങളും പൂക്കളും ശില്പങ്ങളും വിവിധ പൂന്തോട്ടങ്ങളും കാണുന്നതിനൊപ്പം ഈ വലിയ പ്രദേശത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനും ഈ യാത്ര സഹായിക്കുന്നു. ഇവിടെ പലതരത്തിലുള്ള പ്രത്യേക പൂന്തോട്ടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കള്ളിച്ചെടികളും അപൂർവ സസ്യങ്ങളും നിറഞ്ഞ ഭാഗങ്ങൾ, ഉഷ്ണമേഖലാ സസ്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ, മനോഹരമായി വെട്ടിയൊരുക്കിയ അലങ്കാര പൂന്തോട്ടങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ പൂന്തോട്ട രീതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഭാഗങ്ങൾ എന്നിങ്ങനെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. പ്രകൃതിയെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും പഠിക്കാനും ഈ സ്ഥലം സഹായിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുകയും അവയെക്കുറിച്ച് സന്ദർശകർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഈ പൂന്തോട്ടത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറും വിനോദസഞ്ചാര കേന്ദ്രമല്ല, പ്രകൃതിയെയും സസ്യലോകത്തെയും അടുത്തറിയാനുള്ള ഒരു വലിയ വേദി കൂടിയാണ്. കുടുംബമായി എത്തുന്നവർക്ക് കുട്ടികൾക്കായുള്ള വിവിധ വിനോദങ്ങളും കാണാം. വിശാലമായ പ്രദേശമായതിനാൽ ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചാലും എല്ലാം കണ്ടു തീർക്കാൻ സമയം മതിയാകാത്തത്ര കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഫോട്ടോ എടുക്കാനും വീഡിയോ ചിത്രീകരിക്കാനും പ്രകൃതിയെ ആസ്വദിക്കാനും തായ് സംസ്കാരത്തെ പരിചയപ്പെടാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരുപോലെ അനുയോജ്യമായ സ്ഥലമാണിത്. സഞ്ചാരികൾക്കായി ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഓർമ്മയ്ക്കായി സാധനങ്ങൾ വാങ്ങാനുള്ള കടകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നോങ് നൂച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. പ്രകൃതി സംസ്കാരം, വിനോദം, മൃഗങ്ങൾ, സസ്യങ്ങൾ, കലചരിത്രം എന്നിവയെല്ലാം ഒരേ സ്ഥലത്ത് ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്നതാണ്.
ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഭാഗത്ത് ആനകളുടെ മനോഹരമായ പ്രകടനം, മറ്റൊരു ഭാഗത്ത് തായ് പരമ്പരാഗത നൃത്തം, അതിനപ്പുറം ഭീമൻ ദിനോസറുകൾ, പിന്നെ എണ്ണമറ്റ സസ്യങ്ങളും പൂക്കളും നിറഞ്ഞ പൂന്തോട്ടങ്ങൾ, അതിനിടയിലൂടെ ചെറിയ ട്രാം യാത്രയും. ഓരോ നിമിഷവും ഒരു പുതിയ അനുഭവം. പട്ടായയിൽ എത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ നോങ് നൂച്ച് ഉഷ്ണമേഖലാ പൂന്തോട്ടത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകുന്നത് അതുകൊണ്ടാണ്. യാത്രയുടെ ഓരോ ഘട്ടത്തിലും പുതിയൊരു കാഴ്ചയും പുതിയൊരു അനുഭവവും സമ്മാനിക്കുന്ന ഈ മനോഹരമായ പൂന്തോട്ടത്തിൽ കുറച്ചുനേരം ചെലവഴിച്ചപ്പോൾ തായ്ലൻഡ് എന്ന രാജ്യത്തിന്റെ പ്രകൃതി സൗന്ദര്യവും സംസ്കാരവും എത്രമാത്രം വൈവിധ്യമാർന്നതാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ഈ മനോഹരമായ പൂന്തോട്ടത്തിലെ കാഴ്ചകളോട് വിട പറഞ്ഞ് ഞങ്ങളുടെ തായ്ലൻഡ് യാത്രയുടെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. മുന്നിൽ ഇനിയും ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത കാഴ്ചയിലേക്ക് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. പാസ്പോർട്ട് ഡയറീസ് മലയാളം.